ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയെ പൂട്ടി സച്ചിയും രേവതിയും. അപ്പോൾ ആന്റണിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയ കാര്യം ശ്രുതിയോട് സച്ചിയും അതുപോലെ ശ്രീകാന്തും പറയുമ്പോഴത്തേക്കും ശരത്തിന് ഇവരോട് പകയും വൈരാഗ്യവും ഉണ്ട്, അതുകൊണ്ട് അവൻ കള്ളം പറയുന്നതാണെന്ന കാര്യം ശ്രുതി പറയുക. അപ്പോൾ സച്ചി പറഞ്ഞു, അവളെ ആന്റണിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതിനൊക്കെ തെളിവുണ്ട്. അതുമാത്രമല്ല, ഒരു തവണയൊന്നും അല്ല അവൾ കാശ് മേടിച്ചിരിക്കുന്നത്, 2-3 തവണ അവൾ കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് സച്ചി പറയാം. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക. കണ്ടോ അവൾ കടം വാങ്ങിയത് ഇവൻ പോലും അറിഞ്ഞിട്ടില്ല എന്നും. എടാ, നിന്നോട് പറയാണ്ട് അപ്പോൾ വാങ്ങിച്ചല്ലേ എന്ന് സച്ചി ചോദിച്ചു. കോടീശ്വരൻ്റെ മകളാണ്, വലിയ വീട്ടിലെ പെണ്ണാണ്, അങ്ങനെയൊക്കെയല്ല നീ ഒക്കെ പറയാറ്. അവൾ എന്തിനാ അപ്പോൾ ആന്റണി എന്ന് പറയുന്ന ഒരുത്തനെ പോലെ ഉള്ളവരെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചേ? അതിൻ്റെ ആവശ്യം തന്നെ അവൾക്ക്? അവൾ വലിയ വീട്ടിലെ പെണ്ണാണോ കോടീശ്വരി ആണോ എന്നൊക്കെ നീ ഒന്ന് അന്വേഷിച്ചോളാൻ പറഞ്ഞു സച്ചി. അതിലൊന്നും എനിക്കൊരു സംശയമില്ല എന്ന് പറഞ്ഞു. പിന്നെ എത്ര പണക്കാരാണെങ്കിലും ചില സമയത്തൊക്കെ കാശിന് ബുദ്ധിമുട്ടൊക്കെ വരും. അന്നേരം അവൾ മേടിച്ചായിരിക്കും, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ബുദ്ധിമുട്ട് വന്നാലേ ആരോട് കാശ് കടം വാങ്ങിക്കാം എന്ന് വാങ്ങിച്ചൂടാ എന്നുള്ളതൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഒരുത്തൻ്റെ കയ്യിൽ നിന്നൊക്കെ സാധാരണ വളരെ പാവപ്പെട്ടവർ മാത്രമേ കാശ് വാങ്ങിക്കാറുള്ളൂ. പണക്കാരൊന്നും ഇവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇനി ഓരോന്ന് പറഞ്ഞ് നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. എടാ ഞാൻ പറയട്ടെ, നീ പോവല്ലേ എന്ന് പറഞ്ഞു സച്ചി. നീ ഒന്നും പറയണ്ട, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോവും, നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ സുധി അങ്ങ് പോയി. സുധിയേട്ടാന്ന് പറഞ്ഞു ശ്രീകാന്ത്. ഇതെന്താ എങ്ങനെ സച്ചേട്ടാ, ഇതൊക്കെ അറിഞ്ഞിട്ട് അത് സുധിയേട്ടൻ്റെ ഒരു കുലുക്കില്ലാത്ത? എടാ അനുഭവിക്കുമ്പോഴല്ലേടാ അറിയുള്ളൂ. പാർലർ എടുത്തൊരു കാര്യം ചോദിച്ചാലേ നല്ല ആടി കിട്ടും. ആടി പയന്നിട്ട് അവൻ ചോദിക്കാത്തതാണെന്ന കാര്യം സച്ചി പറഞ്ഞു. അപ്പം സുധിയേട്ടൻ അറിയാതെ ശ്രുതിയേട്ടത്തിൽ കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവനറിയാതെ അവൾ പലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ ഈ വാരികയിലെ തുടർക്കഥകളിലൊക്കെ ആഴ്ച ഒരു ട്വിസ്റ്റ് ഉണ്ടാവത്തില്ലേ, അതുപോലെ പാർലർ ഏട്ടത്തെക്കുറിച്ച് ഓരോ വിഷയങ്ങൾ പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് നമ്മുടെ സച്ചി പറയാം. നീ കണ്ടോ എന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറിപ്പോയി. ശ്രീകാന്ത് ഭയങ്കര ആലോചന. പിന്നെ കാണിക്കുന്നത് ശ്രുതി ആട്ടോ. ശ്രുതി ഇങ്ങനെ അവിടെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്രുതി ചെന്നു. ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചു. ശ്രുതി ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, റെഡി ആവണം എനിക്ക്. അല്ല, എന്താ റെഡി ആവാത്തെ എന്ന് ശ്രുതി ചോദിക്കുമ്പം എനിക്ക് ഒരു കാര്യം അറിയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ, എന്ത് കാര്യം അറിയാനുള്ളതെന്ന് ശ്രുതി ചോദിക്കാം. നീ വലിയ വീട്ടിൽ നിന്നാണ് വരണത്, നിന്റെ അച്ഛൻ മലേഷ്യയിൽ വലിയ കോടീശ്വരനാണ്, ഇങ്ങനെയൊക്കെയാണല്ലോ നീ പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ ശ്രുതി എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ഞെട്ടലോടെ എഴുന്നേറ്റു. ദേ കിടക്കുന്നു. എന്താ വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. പറ ശ്രുതി, ഇതൊക്കെ സത്യം തന്നെയാണോ? അല്ല, പെട്ടെന്നെന്താ ഇങ്ങനെ ഒരു ചോദ്യം? എന്താ? അന്നേരം ചോദിക്കാൻ കാരണമുണ്ട്. എന്ത് കാരണം? ആരെങ്കിലും ശ്രുതിയോട് ഇങ്ങനെ പറഞ്ഞോ ഒന്ന് ശ്രുതി ചോദിക്കുമ്പം ഞാൻ ചോദിക്കാൻ കാരണം സച്ചിയാണെന്ന കാര്യം ശ്രുതി പറയുന്നു. അന്നേരം ശ്രുതി, സച്ചിയോ, ഭയങ്കര കലിപ്പ്. നിന്റെ അച്ഛൻ കോടീശ്വരനാണോ, നീ വലിയ വീട്ടിലെ പെണ്ണാണോ എന്നൊക്കെ അവൻ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഊഹിച്ചിരുന്നു ഇതിൻ്റെ പിന്നിൽ അവനായിരിക്കും എന്ന്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി അത് വിശ്വസിച്ച് എന്നോട് ഒന്ന് ചോദിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല, അത് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, നീ അത് വെട്ടേക്ക്. നീ ആൻ്റണിയുടെ അടുത്ത് നിന്ന് പലിശയ്ക്ക് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ശ്രുതി ഇങ്ങനെ രണ്ടാട്ടം പൊട്ടി നിൽക്കുക. അല്ല, അതെങ്ങനെ ശ്രുതിക്കറിയാവുമെന്ന് ചോദിച്ചു. അന്നേരം അതും സച്ചി പറഞ്ഞത് തന്നെയാണെന്ന് ശ്രുതി പറയണു. ആ രേവതിയുടെ അനിയൻ ആൻ്റണിയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ, അവൻ രേവതിയോട് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പം എൻ്റെ ദൈവമേ പെട്ടോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. എൻ്റെ ദൈവമേ, അവൻ ആൻ്റണിയുടെ കൂടെ ഉള്ളത് ഞാൻ ആലോചിക്കാതെ പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നീ കാശ് ആൻ്റണിയോട് കടം വാങ്ങിച്ചിട്ടുണ്ട്, അവനൊരു റൗഡിയാണെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ അവനോട് കാശ് വാങ്ങിച്ചത്? അതുമല്ല, കാശ് വാങ്ങിയ കാര്യം നീ എന്നോട് പറഞ്ഞതും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവനോട് ഞാൻ കാശ് വാങ്ങി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ റൗഡിയൊന്നും അല്ല അന്ന് ശ്രുതിയുടെ അനിയനേക്കാളും വലിയൊരു റൗഡി ഈ നാട്ടിൽ പോലും ഉണ്ടാവത്തില്ല എന്ന് ശ്രുതി പറയണു. സച്ചി ആൻ്റണിയും തമ്മിൽ ഉടക്കാം, അതുകൊണ്ടാ സച്ചി ആൻ്റണിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ശ്രുതി പറയുവാണ്. അപ്പം ശ്രുതി ചോദിച്ചു, എന്നിട്ട് ശ്രുതി അത് വിശ്വസിച്ചല്ലേ? രേവതി സച്ചിയോടും നുണ പറഞ്ഞതാ, അവനത് വന്ന് ശ്രുതിയോടും പറഞ്ഞതെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ തടി തപ്പാൻ നോക്കണം. നമ്മൾ തമ്മിൽ വഴക്കടിച്ച് തെറ്റണം ശ്രുതി, അതിനു വേണ്ടി അവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ദേ നോക്ക് ശ്രുതി, നമ്മുടെ മാരേജിന് മുന്നേ ഞാൻ ആരോടും കടം വാങ്ങിച്ചിട്ടൊന്നും ഇല്ല, എനിക്കതിന് ആവശ്യവും വന്നിട്ടില്ല. പിന്നെ മാരേജിന് ശേഷമാണ് ഞാൻ കടം വാങ്ങിക്കാൻ തുടങ്ങിയത്, നമ്മുടെ ചെലവിന് വേണ്ടിയായിരുന്നു. അതല്ല, പിന്നെ കുറേ കാലം ശ്രുതിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പാർലറിൽ നിന്നുള്ള വരുമാനവും കുറവായിരുന്നല്ലോ, നമ്മുടെ ചെലവ് നടത്തണ്ടേ ശ്രുതിയെന്നും ശ്രുതി ചോദിച്ചു. പിന്നെ വീട്ടിൽ കാശൊക്കെ കൊടുക്കണ്ടായിരുന്നോ?
അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ കടം വാങ്ങിച്ചതെന്നും ശ്രുതി പറയണു. അതും ഇപ്പോൾ ഒരു തെറ്റായി പോയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. ആ കടമൊക്കെ ഞാൻ അടച്ച് തീർക്കുന്നുണ്ട്, ശ്രുതിക്ക് ഒരു പ്രോബ്ലവും വരില്ല എന്നും ശ്രുതി പറയുമ്പം, ശ്രുതി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മറുപടി പറയാനേ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, നീ ആരിൽ നിന്നൊക്കെയാണ് കടം വാങ്ങിച്ചിട്ടുള്ളത്, എനിക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് തരാൻ പറയുമ്പം, ഓ ഇപ്പം ലിസ്റ്റ് വേണോ അല്ലേ, ഞാൻ തരാം, ആ കടങ്ങളൊക്കെ പെട്ടെന്ന് അടച്ച് തീർക്കുമല്ലോ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഞാനോ അല്ല, എന്താ നിങ്ങൾ സൈലൻ്റ് ആയിപ്പോയത്? എന്താ, എൻ്റെ അച്ഛൻ കോടീശ്വരനാണ് എന്നുള്ളത് വേറെ കാര്യം, അദ്ദേഹത്തിന് മുന്നിൽ കൈ നീട്ടാൻ പറ്റാത്തത് കൊണ്ടായി കടമൊക്കെ വാങ്ങിയത്. നമുക്ക് വേണ്ടിയാ ശ്രുതി ഞാൻ വാങ്ങിയത്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് കടം വാങ്ങേണ്ട ഒരാവശ്യം പോലും വന്നിട്ടില്ല, ശ്രുതിയെ കെട്ടിയതോടെയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ ശ്രുതി പറയാം. ശ്രുതി കാരണം ഞാൻ ഈ കടമൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ, ശ്രുതി എനിക്ക് മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു, പോയി ശ്രുതിയുടെ ജോലി ചെയ്തേ പോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ തട്ടി പറ്റിയിട്ട് അങ്ങ് പോയി. വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ സച്ചി അവിടെ ഇരിക്കുമ്പോൾ രേവതി സച്ചിക്ക് പാലുമായിട്ട് വന്നു. അപ്പോൾ ആൻ്റണിയോട് പലിശയ്ക്ക് കാശ് കടം വാങ്ങിയ കാര്യം നീ അവളോട് ചോദിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കള്ളമാണ്, ഞാൻ അവനോട് കാശ് വാങ്ങിച്ചിട്ടില്ല എന്ന് അവൾ പറഞ്ഞു കാണുമല്ലേ എന്ന് ചോദിച്ചു. ആൻ്റണിയോട് കടം വാങ്ങിയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്നോട് ചോദിച്ചു എന്ന് രേവതി പറഞ്ഞു. അപ്പം അവൾ കടം വാങ്ങിച്ചിട്ടുണ്ട്, ശരത്ത് പറഞ്ഞ് 100% സത്യമാണെന്ന് സച്ചി. അല്ല പിന്നെന്താ അവൾ പറഞ്ഞേ? നീ എന്താ പിന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ആൻ്റണിയാണ് ശരത്തിൻ്റെ വീഡിയോ റിലീസ് ചെയ്തതെന്ന് നീ അവളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അവൾ എന്താ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. എന്തായിരുന്നു അവളുടെ പ്രതികരണം, അതൊന്ന് പറ. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു സച്ചേട്ടാ. അപ്പോൾ അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ടായി, ചെറിയൊരു പേടിയുള്ളതുപോലെ എനിക്ക് തോന്നി. അവൾ ആകെ വിയർത്ത് കുളിച്ചെന്നേ. ആണോ? ആൻ്റണിയാണ് വീഡിയോ റിലീസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ പാർലർ എടുത്ത് എന്തിനാ അതിനെ ഭയക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്ത സച്ചേട്ടാ. എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ വേർക്കുന്നതെന്ന് വർഷ ചോദിച്ചപ്പോൾ ചൂട് കാരണമാണെന്ന് അവൾ പറഞ്ഞു. പിന്നെ എന്തോന്ന് ചൂട്? ഇപ്പം അതിന് എന്ത് ചൂടാണ് ഇവിടെ ഉള്ളത്? അവൾക്ക് മാത്രമാണല്ലോ ഇവിടെ ചൂട്, വേറെ ആർക്കും ചൂടില്ലല്ലോ. ഇത് ചൂട് കാരണം വേർത്തതൊന്നും അല്ല എന്ന് രേവതിയോട് സച്ചി പറയുമ്പം എന്ന് രേവതിയും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലറേട്ടെത്തി ആൻ്റണിയോട് പലിശയ്ക്ക് കാശ് വാങ്ങിച്ചു, എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ പുറത്ത് വിട്ടത്, ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൗർഡേട്ടത്തിൽ നിന്ന് വേർക്കുന്നത്, ഇതിനൊക്കെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് രേവതി എന്ന് സച്ചി പറയാം. എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ടെന്നും. അല്ല എന്ത് പന്തികേട് സച്ചേട്ടാ, ശരിക്കും എന്താ നടന്നേ എന്നൊക്കെ ചോദിക്കുമ്പം അത് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു സച്ചി. ആൻ്റണിയും പാർലറേട്ടത്തെയും ചുറ്റിപ്പറ്റി അന്വേഷിച്ചാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും പറഞ്ഞു. അങ്ങനെ ഇക്കാര്യം സച്ചിയും രേവതിയും കൂടെ പറയാം. എൻ്റെ ഫോണിൽ മാത്രമേ ആ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വീഡിയോ തന്ന ആ ഫ്രണ്ട് അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഫോണിൽ നിന്നാണ് ആ വീഡിയോ പുറത്ത് പോയതെന്നുള്ള കാര്യം ഉറപ്പാണെന്നും എൻ്റെ ഫോൺ അല്ലേലും എങ്ങനെ ആൻ്റണിയുടെ കൈകളിലെത്തി അതാണ് നമ്മൾ അറിയേണ്ടതെന്ന് സച്ചി ഇങ്ങനെ പറയുമ്പം, സച്ചേട്ടന് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു രേവതി. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, പക്ഷേ തെളിവ് വേണം അതിന്, എങ്കിലേ കാര്യമുള്ളൂ എന്ന കാര്യം പറയുക. പിന്നെ ആൻ്റണിയെ പിടിച്ച് 2 പൊട്ടിച്ച അവനെല്ലാം പറയുന്ന സച്ചി. തൽക്കാലം എവിടെയും പോയി പൊട്ടിക്കാനൊന്നും നിൽക്കണ്ട, വെറുതെ ചുമ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലോ കേട്ടോ സച്ചേട്ടാ എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്, ഞാൻ വിട്ടു കൊടുക്കില്ല, വീഡിയോ പുറത്തു വിട്ടവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് കയറി പോണു. അപ്പോൾ രേവതിയും പിന്നാലെ ചെന്നു. പിന്നെ അയാളുടെ കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു പിടിച്ച് കൊടുക്കണ്ടേ സച്ചേട്ടാന്ന് ചോദിക്കുമ്പം, ഞാനത് മറന്നിട്ടൊന്നുമില്ല, അച്ഛൻ പറഞ്ഞതല്ലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് സച്ചി. എന്നിട്ട് സച്ചേട്ടനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് രേവതി. അത് കേട്ടപ്പം അവനെ കണ്ടുപിടിക്കാൻ എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പ്ലാനാന്ന് ചോദിച്ചു. വിശ്വനാഥനെ കാണാൻ ഒരു സീരിയൽ നടൻ പോകാറുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ നടൻ വിശ്വനാഥൻ്റെ അടുത്ത ആളാണെന്നാണ് തോന്നുന്നത്. ആ ആളെ നമുക്ക് കണ്ടുപിടിക്കണം, നാളെ നടൻ്റെ വീട്ടിൽ പോകണം, എന്നിട്ട് എന്ത് വേണമെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാമെന്ന് സച്ചി രേവതിയോട് പറയുന്നു. എന്നിട്ട് പാലും കുടിച്ച് 2 പേരിങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതിയോടും കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, സച്ചേട്ടൻ കുടിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അല്ലേ, നീ അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു സച്ചി രേവതിക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യ രാത്രി എല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയോട് ഇങ്ങനെ പറയുമ്പോൾ, ആദ്യ രാത്രിയെ പറ്റി സച്ചേട്ടനൊന്നും പറയാത്തതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി അന്നത് നടന്നില്ലെങ്കിൽ പിന്നെന്താ, ഇപ്പം നടത്തിയാലും പോരെ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണെന്ന് കരുതിയാലും മതി. അപ്പോൾ എന്തോന്ന് അല്ല, പാല് കുടിക്കുന്ന കാര്യമേ അതാ ഞാൻ പറഞ്ഞത്. ആദ്യരാത്രിയാണെന്ന് വിചാരിച്ച് നമുക്ക് ഈ പാല് കുടിക്കാമല്ലോ, വേറൊന്നും വേണ്ട, ചുമ്മാ കുടിക്കാന്നേ. അപ്പോൾ വേറെന്താന്ന് ചോദിച്ചു. അല്ല വേറെന്ത്, മിണ്ടാതിരിക്കുക, പാല് കുടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് പാല് കൊടുത്തു. അങ്ങനെ അവർ 2 പേരും പാലൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. സച്ചിക്കൊരു കള്ള നാണമൊക്കെ.
അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി നേരം വെളുത്ത് അവിടെ ഇരുന്ന് പ്രാക്ക് തുടങ്ങി. ആ നശിച്ചവൾ ഇത് എവിടെ പോയി കിടക്കുക എന്നും പറഞ്ഞു. എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ വിശപ്പ് മാത്രമേ ഉള്ളൂ ചന്ദ്ര എന്നും ചോദിച്ചു രവിയേട്ടൻ വന്നു. നീ വല്ല ഡോക്ടറെയും കൊണ്ടേ കാണിക്കാൻ നോക്കുക കേട്ടോ ചന്ദ്ര. വെട്ടി വിഴുങ്ങാനും തമ്മിൽ തല്ലിക്കാനും വേണ്ടി മാത്രമേ നീ നിന്റെ വായ തുറക്കാറുള്ളൂ. നിങ്ങൾക്ക് വിശപ്പിൻ്റെ വേദന അത് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് ചന്ദ്ര പറയുമ്പം ആൻറ്റി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ശ്രുതി. അയ്യോ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൂപ്പി കാണിച്ചു. അപ്പോഴത്തേക്കും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വന്നു. നാട് മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് വന്നല്ലോ. ഇപ്പം നാട് ചുറ്റാൻ പോയതൊന്നും അല്ലമ്മേ, പൂ വിൽക്കാൻ പോയതാണെന്ന് രേവതി. എന്നിട്ട് പൂവും വിറ്റ് നിനക്ക് നടന്നാൽ മതിയല്ലോ, വെക്കുകയും വിളമ്പൊന്നും വേണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും, ഞങ്ങൾക്ക് എന്താ ഒന്നും കഴിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക. അപ്പോഴത്തെ എൻ്റെ ദൈവമേ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരിയല്ലേ, അതുകൊണ്ട് അടുക്കളയിൽ കയറാത്തതൊന്നും ശ്രുതി. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ അത് ഇവിടെ പട്ടിണി കിടക്കണമെന്നൊക്കെ ചോദിച്ചു വലിയ ഡയലോഗ്. പെട്ടെന്ന് പോയി ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. അന്നേരം എടാ എന്നും പറഞ്ഞ് സച്ചി ഒരു വിളി. അയ്യോ ഇനി ഇവള് വെച്ചുണ്ടാക്കിയിട്ട് എപ്പോൾ കഴിക്കാനാ? അന്നേരം ഒരു മിനിറ്റ് സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അടുക്കളയിലോട്ട് പോകും. അപ്പോൾ കണ്ടോ പോകുന്ന പോക്കുണ്ടോ അവള്. ഇനി വെച്ച് വിളമ്പിയിട്ടൊക്കെ ഇനി എപ്പോഴാണോ എന്തോ ദൈവമേ വിശപ്പ് എന്നെയും കൊണ്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര കിടന്ന് ഒച്ച വെക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാൻ നോക്കടാ, തലയ്ക്ക് സൗകര്യം കിട്ടട്ടേടാന്ന് വെച്ചാൽ. അപ്പോൾ അതേ അമ്മേ, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ അടുക്കളയിൽ കയറി പോയത്. ഇവിടെ ബാക്കിയുള്ളൊരു പട്ടിണി കിടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് തുള്ളുന്നു. സച്ചിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണേ. എന്തൊരു കത്തലായതെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ശ്രുതി അന്നേരം ഇങ്ങനെ ആടിക്കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അമ്മേ ദാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് രേവതി എടുത്തുകൊണ്ട് കൊടുത്തു. വയറ് നിറച്ചും കഴിക്കാൻ, ഞാൻ രാവിലെ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് പോയത് എന്ന് രേവതി പറഞ്ഞു. അതാണ് രേവതി എന്ന് സച്ചി അന്നേരം പറഞ്ഞു. എല്ലാ എണ്ണം നാണം കെട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. ഒന്ന് അടുക്കള വരെ പോയി നടന്ന് നോക്കാൻ നിനക്ക് വയ്യല്ലേ ചന്ദ്രേ? കഷ്ടം, എന്തോ നാടി എന്ന് രവിയേട്ടൻ ചോദിച്ചു. അച്ഛാ അമ്മയ്ക്ക് രേവതിയെ വഴക്ക് പറയാൻ ഒരു കാരണം വേണമല്ലോ. അതാ ഇപ്പോൾ വഴക്ക് പറഞ്ഞല്ലോ, ഇന്നത്തെ കോട്ടയും കഴിഞ്ഞു അല്ലേ? ഇനി അമ്മയിരുന്നേ ഭക്ഷണം കഴിക്കുക എന്ന് സച്ചി ഇങ്ങനെ ചന്ദ്രയോട് പറയാം. അപ്പോൾ ചന്ദ്ര മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്താടി നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു രവിയേട്ടൻ ചന്ദ്രയോട്. എന്ന് പറഞ്ഞ് ചന്ദ്ര ഇരിക്കുക. അപ്പോൾ വിശപ്പല്ല അവളുടെ കാരണം, രേവതി മോളെ കൊണ്ട് എങ്ങനെയെങ്കിലും പണിയെടുപ്പിക്കണം. അതാണ് അവളുടെ ആവശ്യം. കണ്ണി കാണാണ്ടായ പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് വരും. സ്ഥിരമുള്ള കാര്യമാണല്ലോ ഇത്, അങ്ങനെ പുതുമയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ ഇരിക്കുമ്പം അമ്മ പറഞ്ഞോട്ടെ അച്ഛാ, അമ്മയ്ക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ടേ എന്ന് നമ്മുടെ രേവതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചന്ദ്ര അച്ഛാ അമ്മ പറഞ്ഞതുപോലെ രേവതി നാട് ചുറ്റാൻ പോയതൊന്നും അല്ല. ഈ മണ്ടനും മണ്ടിയും കൂടെ ഒരുത്തൻ്റെ വായി കൊണ്ടേ കാശിട്ട് കൊടുത്തില്ലായിരുന്നു, അവനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയതാണെന്നുള്ള കാര്യം സച്ചി പറയാം. അപ്പോഴേക്കും കേട്ടല്ലോ നീ, എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പം ആ വിശ്വനാഥനെ കാണാൻ ഒരു സീരിയൽ നടൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് എന്നൊരാൾ പറഞ്ഞു. ഏത് സീരിയലല്ലേ? സീരിയൽ അറിഞ്ഞിട്ട് നിനക്കെന്തിനാണെന്ന് ചോദിച്ചു സച്ചി സുധിയോട്. അല്ല ഞാൻ വെറുതെ ചോദിച്ചതല്ലേ ഉള്ളൂ എന്ന് സുധി. ഞങ്ങൾ ആ നടനെ പോയി കണ്ട് സംസാരിച്ചു വെച്ചാ. വിശ്വനാഥൻ്റെ സ്വന്തം സ്ഥലം ഏർക്കാടാ, അവിടെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഈ വിശ്വനാഥൻ്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എങ്കിൽ അവനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടോടാ എന്ന് രവിയേട്ടൻ സുധിയോട് ചോദിച്ചു. ഫോട്ടോ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു. എടാ ഇത്രയും ലക്ഷം അയാൾക്ക് കൊണ്ട് കൊടുത്തല്ലേ, ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് വെച്ചുകൂടായിരുന്നോടാ നിനക്ക്? ഫോട്ടോ എന്നും പറഞ്ഞിരിക്കുക സുധി. അപ്പോൾ സുധി നീ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ചന്ദ്ര. അമ്മ ഫോട്ടോ ഇല്ലമ്മേ എന്ന് സുധി പറയാം. കഷ്ടം. അപ്പോഴത്തേക്കും രേവതി സച്ചിയേട്ടാ അതെ ക്ഷേത്രത്തിൽ വെച്ചല്ലേ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തത്? ക്ഷേത്രത്തിലെ CCTV ക്യാമറയുണ്ട്, ക്ഷേത്രത്തിൻ്റെ ഓഫീസിൽ ചെന്നാൽ ആ വീഡിയോ വാങ്ങിച്ചാൽ പോരെന്ന് ചോദിച്ചു രേവതി. അത് ഐഡിയ മോളേന്ന് അച്ഛൻ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് അത് കൊളുത്തി. അപ്പം അത് ശരിയാണല്ലോ, കൊള്ളാം രേവതി. അച്ഛാ അതെ CIDയുടെ ബുദ്ധി എങ്ങനെയുണ്ട് എന്ന് സച്ചി ചോദിക്കുമ്പം രേവതി അവിടെ നിന്ന് ചിരിച്ചു. ചന്ദ്ര അന്നേരം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക രേവതിയെ നോക്കി. അതിൻ്റെ മുഖം ഒരു വശത്തേക്ക് കയറിയിരിക്കുള്ളൂ എപ്പോഴും. അപ്പം ഞാനേ ക്ഷേത്ര മാനേജറോട് വീഡിയോ ചോദിക്കാം, ഞാൻ ചോദിച്ചാൽ അദ്ദേഹം തരും. അപ്പം അതൊന്നും വേണ്ട എന്ന് ശ്രുതി. അപ്പം അതെന്താ വേണ്ടെന്ന് പറഞ്ഞേ? അല്ല ഞങ്ങളുടെ കാശല്ലേ നഷ്ടപ്പെട്ടു പോയത്, ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാമെന്ന് ശ്രുതി. എന്നാൽ പിന്നെ ഇത് മുന്നേ പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾക്കിങ്ങനെ അലയേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് രേവതി. ഇപ്പം ഞങ്ങളുടെ കുറേ സമയം വേസ്റ്റ് ആയില്ലേ എന്നും രേവതി ചോദിക്കുക. പിന്നെ എന്ന് പറഞ്ഞിരിക്കുക ശ്രുതി. അയ്യോ അതൊന്നും വേണ്ട, നിങ്ങളെ കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. സച്ചിയും രേവതി മോളും വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ എന്ന് രവിയേട്ടൻ പറയുമ്പം അങ്കിൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്കിൾ. സച്ചി വിശ്വനാഥനെ കണ്ടെത്തി കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് ശ്രുതി. നിന്നെക്കൊണ്ട് കഴിയാത്തത് എന്നെക്കൊണ്ട് പറ്റിയെന്നും പറഞ്ഞ് രേവതിയും കിടന്ന് കുത്തും പരിഹസിക്കുകയൊക്കെ ചെയ്യും. എന്തിനാ ഞങ്ങളിതൊക്കെ വെറുതെ കേൾക്കുന്നേ? ഞങ്ങൾ തന്നെ അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്യും. അപ്പോൾ ശ്രുതി പറഞ്ഞതാ കറക്റ്റ്, ഇവരങ്ങനെ പലതും പറയുമെന്ന് ചന്ദ്ര. നിങ്ങൾ അന്വേഷിക്കേണ്ട, ശ്രുതിയും കൂടെ കണ്ടുപിടിച്ചോളൂ എന്ന് ചന്ദ്ര പറയുമ്പം രേവതിയും സച്ചി ഒന്ന് തലയാട്ടി.
ആ സച്ചി, രേവതി, ഇനി നിങ്ങൾ അന്വേഷിക്കാൻ പോകണ്ട, ഇവർ അന്വേഷിക്കേ കണ്ടെത്തേ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് അച്ഛനും പറഞ്ഞു. എന്ന് പറഞ്ഞ് ചന്ദ്രൻ ഇരിക്കുമ്പം ശരി എന്ന് പറഞ്ഞത് അങ്ങനെ സച്ചിയും രേവതിയും അവിടെ നിന്ന് പോകാൻ നോക്കാം. നീ നീലിമയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചപ്പോഴേ ഇവളുടെ അച്ഛൻ അയച്ച കാശാണെന്ന് പറഞ്ഞു കള്ളക്കളി നീയൊക്കെ കളിച്ചില്ലായിരുന്നോ? ആ കളിയെങ്ങാനും വീണ്ടും കളിച്ചാ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഒരു വിരട്ടും കൂടെ വിരട്ടും അവിടെ നിന്ന് പോയ സച്ചി തിരിച്ചു വന്നിട്ട് വേറെ നിങ്ങൾ അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞതേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമെന്നും കാശ് കിട്ടിയാൽ പിന്നെ പുതിയ കഥകൾ ഉണ്ടാക്കാൻ നോക്കരുത്, കാശ് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തോളണമെന്നും സച്ചി ഇവരോട് പറയാം. ശ്രുതി, അവൻ പറഞ്ഞത് നീ കേട്ടല്ലോ, കാശ് കിട്ടിയാൽ എന്നെ അറിയിച്ചിരിക്കണം, അത് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. ശരി അച്ഛാ, അച്ഛനെ തന്നെ തന്നോളാം. എന്ന് പറഞ്ഞാൽ പോരാ, ശ്രുതി നീ ഇങ്ങ് വന്നേ, വാ പോകാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അവനെ അതെ മാറി നിന്നേരം ശ്രുതിയോട് ചോദിക്കുക, അവനെ സച്ചി അന്വേഷിച്ച് കണ്ടുപിടിക്കുമായിരുന്നില്ലേ, പിന്നെ എന്തിനു നീ അത് വേണ്ടെന്ന് പറയാൻ പോയെന്ന് ചോദിച്ചു. നമ്മളെ കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അത് ഞാൻ വേറൊരാളെ ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞു. വേറൊരാളോ? അതാരാ? അതൊക്കെ ഞാൻ പറയാം എന്ന് ശ്രുതി പറയാം. അങ്ങനെ ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രുതി ഇങ്ങനെ ആലോചിക്കും, ആരെയായിരിക്കും അതെന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ രാത്രി രേവതി പൂമാല കിട്ടുന്ന കാണിക്കുന്നു. അപ്പോൾ വിശ്വനാഥനെ ഇനി നിങ്ങൾ അന്വേഷിച്ചോ, ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ സച്ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്ന് രേവതി ചോദിച്ചു. അന്വേഷിക്കാതിരിക്കണമെങ്കിൽ സച്ചേട്ടൻ അല്ലാതിരിക്കണമെന്ന് രേവതി. അത് കേട്ടപ്പോൾ നിൻ്റെ മനസ്സിലെ എൻ്റെ മനസ്സ് വായിക്കുന്ന യന്ത്രം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ സച്ചേട്ടനെ എന്ന് രേവതി പറയാം. അപ്പോൾ ഇപ്പം എൻ്റെ മനസ്സേ നിൻ്റെ കയ്യിലാണല്ലോ അല്ലേ? വേണ്ടാത്ത എന്തെങ്കിലും ചിന്ത മനസ്സിൽ വരുമ്പോഴേ എനിക്ക് പേടിയാണ്, നീ എങ്ങാനും അറിഞ്ഞാലോ എന്ന്. അപ്പോൾ ഭാര്യയെ കുറച്ച് പേടിയൊക്കെ ഉള്ളത് നല്ല കാര്യമാണ്, അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനി എന്താ അടുത്ത പ്ലാൻ അത് പറയാൻ പറഞ്ഞു. അല്ല, നിൻ്റെ സ്വന്തം ക്ഷേത്രമല്ലേ, അവിടുത്തെ മാനേജറോട് ചോദിച്ചാലേ CCTV ദൃശ്യങ്ങളൊക്കെ നിനക്ക് കിട്ടും. പിന്നെ അത് കയ്യിൽ കിട്ടിയാൽ പിന്നെ വിശ്വനാഥനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് സച്ചി രേവതിയോട് പറയുക. അന്വേഷിക്കേണ്ടെന്ന് അച്ഛൻ നമ്മളോട് പറഞ്ഞല്ലേ സച്ചേട്ടാ, ഇനി നമ്മളതിൻ്റെ പിറകെ പോകണമെന്ന് ചോദിച്ചു. ആ 30 ലക്ഷം രൂപ അവരവനെ കണ്ടുപിടിച്ച് വാങ്ങിച്ചാൽ അത് ഒരിക്കലും ഈ വീട്ടിൽ അച്ഛനോട് പറയാൻ പോകുന്നില്ല, അച്ഛൻ്റെ കയ്യിലേക്ക് കാശ് വരത്തുമില്ല. പിന്നെ അവർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ അവനെ കണ്ടുപിടിച്ച് കാശ് വാങ്ങിച്ചിരിക്കണമെന്ന് സച്ചി രേവതിയോട് പറയുന്നു. അതൊരു വാശിയായിട്ട് ഇവരെ എടുക്കുക. എന്തായാലും അവളെ പിടിച്ച സ്ഥിതിക്ക് അവൾ ഇനി ആവർത്തിക്കാൻ സാധ്യതയില്ല, അന്നേരം അത് ആവർത്തിക്കുമെന്ന് സച്ചി പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങൾ അന്വേഷിച്ചോളാമെന്ന് പാർലറേട്ടത്തി തന്നെയല്ലേ പറഞ്ഞത്, അത് ചുമ്മാതെ പറഞ്ഞതൊന്നുമല്ല, ഇത് മനസ്സിൽ കണ്ടിട്ടാണ് അവൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.